ഹലോ ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന റെക്കോർഡ് റാഗ്നറോക്കിലെ ജാക്ക് ദ റിപ്പറിനെ കുറിച്ചാണ്. അതിന് മുമ്പ് ആനിമെ കണ്ടന്റ് കാണാൻ ഇഷ്ടമുള്ള ഒരു ആനിമെ ലവറാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജാക്ക് ദ റിപ്പർ മനുഷ്യരാശിയെ റിപ്രസെന്റ് ചെയ്ത് റാഗ്നറോക്കിലെ 4th റൗണ്ടിൽ ഹെർക്കുലീസിനെതിരെ വരുന്ന ഒരാളായിരുന്നു. ജാക്ക് ദ റിപ്പേഴ്സ് കേസ് ഫയൽ എന്ന് പറയുന്ന വേറൊരു സ്പിൻ ഓഫ് മാംഗയിലെ മെയിൻ ക്യാരക്ടറാണ്. ജാക്ക് 19ാം സെഞ്ചുറിയിൽ ബ്രിട്ടനിൽ കണ്ടുവന്നിരുന്ന ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലണ്ടന്റെ ഹിസ്റ്ററിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഹിസ്റ്ററിക്ക് ഉടമയാണ് ഇയാൾ. മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലറായിട്ട് ഇയാളെ വിശേഷിപ്പിക്കുന്നു. അപ്പിയറൻസ്: ജാക്കിന് വെളുത്ത സിൽവർ കളറുള്ള മുടിയും മീശയും ഉണ്ടായിരുന്നു. ജാക്കിന് 2 കളറുള്ള കണ്ണുകൾ ഉണ്ടായിരുന്നു. വലത്തെ കണ്ണ് ചുമപ്പും ഇടത്തെ കണ്ണ് കട്ട സിൽവറുമായിരുന്നു. ജാക്ക് ദ റിപ്പർ ഗ്രേ വിക്ടോറിയ ഏരിയയിൽ കണ്ടുവന്നിരുന്ന ഒരു സൂട്ടും അതിനടിയിൽ വെള്ള ഒരു ഷർട്ടും അതുമാത്രമല്ല സ്റ്റീം പങ്ക് ടോപ്പ് ഹാറ്റും ധരിച്ചിരുന്നു. അതുമാത്രമല്ല ജാക്ക് രക്തനിറമുള്ള ഒരു ഓവർകോട്ടും ബ്ലാക്ക് ഗ്ലൗസും ഉപയോഗിച്ചിരുന്നു. പേഴ്സണാലിറ്റി: സാധാരണയായി ബ്രിട്ടീഷ് ജെന്റിൽമാനിൽ കണ്ടുവരുന്ന ഒരു സാധാരണ സ്വഭാവമായിരുന്നു ജാക്ക് ഉപയോഗിച്ചു കൊണ്ടുവന്നിരുന്നത്. അതുമാത്രമല്ല ഷേക്സ്പിയറിന്റെ വലിയൊരു ആരാധകനായിരുന്നു ജാക്ക്. പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ ഷേക്സ്പിയറിന്റെ പോയത്തിലെ വരികൾ അവരോട് ഉപയോഗിക്കുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇതിനെല്ലാം മറവിയ ഒരു സോഷ്യോപാത്തായിരുന്നു ജാക്ക്. പലരെയും ജാക്ക് ദ റിപ്പർ പലപ്പോഴുമായിട്ട് കൊന്നിട്ടുണ്ട്. മരണത്തോട് മുഖാമുഖം അടുക്കുമ്പോൾ അവന്റെ ഇരകൾ പിടയുന്നത് കാണാൻ വേണ്ടിയായിരുന്നു അവൻ കൊന്നത്. അവൻ ആബ്സല്യൂട്ട് ബ്യൂട്ടിഫുൾ എന്ന് വരെ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. അവന്റെ ഈ വക ക്രൂവൽ രീതികൾക്കും സാഡിസ്റ്റ് ആയിട്ടുള്ള നേച്ചറിനും കാരണം അവന്റെ മോശമായ ചെറുപ്പകാലമായിരുന്നു. അവന്റെ അമ്മ ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ലെന്നും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു മാർഗമായിട്ടാണ് അവനെ കണ്ടിട്ടുള്ളതെന്നും അവൻ ചെറുപ്പത്തിൽ അറിയുന്നതോടെ തന്നെ അവന്റെ മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാൻ അവൻ ഈ കാണുന്ന ജാക്ക് ദ റിപ്പറിലേക്ക് മാറാനായിട്ട് അവനെ സഹായിച്ചു. ജാക്ക് സ്വാഭാവികമായിട്ട് കള്ളം പറയാൻ കഴിവുള്ളവനായിരുന്നു. ആനിമയിൽ പലപ്പോഴുമായിട്ട് ഹെർക്കുലീസുമായി അവൻ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി അവൻ വോൾഡോറിനെ കുറിച്ച് കള്ളം പറഞ്ഞു. എന്നിരുന്നാലും അവൻ ഹെർക്കുലീസുമായിട്ട് യുദ്ധം കഴിഞ്ഞ് അവൻ ഗോളുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അവൻ ഇതിൽ മാറ്റം വരുത്തി. അവനെ സത്യത്തിൽ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ജാക്ക് വളരെ റൂത്ത്ലെസ് ആയിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള മൊറാലിറ്റിയും ഹ്യൂമാനിറ്റിയും കണ്ടുവന്നിരുന്നു. ലണ്ടനിൽ മോശം ക്രിമിനൽസിനെ തുടച്ചു നീക്കാൻ വേണ്ടി അവൻ ഒരു സീക്രട്ട് ഓർഗനൈസേഷനെ സഹായിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും അനാഥ കുട്ടികളെ അവർ റേപ്പ് ചെയ്ത കേസുകളായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും സഹായിക്കുമായിരുന്നു. അബിലിറ്റീസ്: ജാക്ക് ദ റിപ്പർ ഒരു മാസ്റ്റർ അസാസിൻ ആയിരുന്നു. അവൻ ശക്തി ഉപയോഗിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് യുദ്ധം ജയിക്കുന്നതിലായിരുന്നു അവൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്. യുദ്ധം നടക്കുമ്പോൾ അവന്റെ എതിരാളിയെ കീഴ്പ്പെടുത്താൻ അവൻ ഏത് മാർഗവും സ്വീകരിച്ചിരുന്നു. അവന്റെ ഇരകളെ വളരെ എഫിഷ്യൻ്റായിട്ടും ദുഃഖ രീതിയിലും കൊല്ലുവാൻ വേണ്ടി അവൻ പല രീതിയിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് കണ്ടുപിടിച്ചിരുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ അവന്റെ ചുറ്റുമുള്ള സാധനങ്ങൾ കൊണ്ട് അവനെ അഡാപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ട്രാപ്പുകൾ ഉണ്ടാക്കാനും അവന്റെ യുദ്ധത്തിലെ എതിരാളികളെ പറ്റിക്കാനും അവന് സാധിക്കുമായിരുന്നു. ആനിമയിൽ എയ്ഹേൺ ജാർ ദ ഗോഡ് കില്ലേഴ്സിൽ ഏറ്റവും ശക്തി കുറവ് ജാക്കിനായിരുന്നെങ്കിലും സാധാരണ മനുഷ്യനിൽ കണ്ടുവന്നതിനേക്കാളും ശക്തി ജാക്ക് ദ റിപ്പറിനുണ്ടായിരുന്നു. ജാക്ക് ദ റിപ്പർ ഒരു അസാസിനും ടാലന്റ് കില്ലറും ആയതുകൊണ്ട് തന്നെ അവന് സ്പീഡിൽ തന്നെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ആഡമിന്റെയും കോച്ചിയുടെ അത്ര സ്പീഡില്ലായിരുന്നെങ്കിൽ അവന് കത്തികൾ നല്ല സ്പീഡിൽ എറിയാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് ഹെറാക്കിൾസിന് വരെ വലിയൊരു പ്രയാസമുണ്ടാക്കിയിരുന്നു. ഒരു ഹ്യൂമൻ ആയിരുന്നിട്ടും ഹെറാക്കിൾസ് എന്നുള്ള മൾട്ടിപ്പിൾ അടികൾ അവന് വാങ്ങാനുള്ള കഴിവുണ്ടായിരുന്നു. ജാക്കിന് വളരെ രീതിയിലുള്ള പെയിൻ ടോളറൻസ് കണ്ടുവന്നിരുന്നു. അവന്റെ പെയിൻ ടോളറൻസ് സഹിക്കാനുള്ള കഴിവ് കാരണം തന്നെ ജാക്കിന് അവന്റെ ആംസും ലെഗ്സും ഒക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരുന്നു. ലീത്തലായിട്ടുള്ള ഡാമേജസ് തടയാൻ വേണ്ടി ജാക്കിന് ഇന്റേണൽ ഓർഗൻസ് കുറച്ച് പൊസിഷനിൽ നിന്ന് മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. ജാക്കിന് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ജാക്കിന്റെ ആത്മവിശ്വാസത്തിന് ഹെറാക്കിൾസ് വരെ പ്രശംസിച്ചിരുന്നു. ജാക്ക് ഒരു എക്സ്പെർട്ട് ടാക്ടീഷ്യൻ ആയിരുന്നു. ദൈവങ്ങളെയും ഹെറാക്കിൾസിനെയും വരെ ഔട്ട്സ്മാർട്ട് ചെയ്യാനുള്ള ടാക്ടിക്സ് ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്നു. ജാക്കിന്റെ ഇമോഷൻ സെൻസിങ് കണ്ണുപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് വായിച്ചുകൊണ്ട് തന്നെ അവരെ പറ്റിക്കാൻ ജാക്കിന് എളുപ്പമായിരുന്നു. ജാക്ക് ഒരു സ്റ്റെൽത്ത് മാസ്റ്റർ ആയിരുന്നു. ആക്റ്റീവ് കില്ലറായിട്ട് പണ്ട് ലണ്ടനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ലണ്ടനിലെ ഫുൾ പോലീസുകാരും വിചാരിച്ചിട്ട് പോലും ജാക്കിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ആനിമയിൽ ഹോയ്ക്ക് തിരിച്ചറിയാതെ തന്നെ അവന്റെ അടുത്തെത്താനുള്ള കഴിവ് ജാക്കിനുണ്ടായിരുന്നു. കൺവെൻഷൻ ആയിട്ടുള്ളയും അല്ലാത്തയും പല രീതിയിലുള്ള വെപ്പൺസ് ഉപയോഗിക്കാൻ അവൻ ഒരു അഗ്രഗണ്യനായിരുന്നു. ആനിമയിൽ അവൻ ദൈവങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ പല രീതിയിലുള്ള അൺകൺവെൻഷൻ ആയിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് കണ്ടുവരുന്നു. അവൻ നൈഫുകൾ ഉപയോഗിക്കാൻ വളരെ എക്സ്പെർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മാസ്റ്റർ നൈഫ് മാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. വളരെ സ്പീഡിലും ആക്രസിയോടെ തന്നെ നൈഫുകളെ എറിയാനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ജാക്കിന് ഗോൾഡൻ ഏജ് സ്വന്തമായിരുന്നു. സോൾ ഐസ്: ഇതൊരു പ്രത്യേക കഴിവായിരുന്നു അവന് ജന്മനാ തന്നെ കിട്ടിയിരുന്നത്. ജാക്കിന്റെ വലത്തെ കണ്ണിന് പീപ്പിൾസിന്റെ ഇമോഷൻസ് കളറായിട്ട് കാണാനുള്ള കഴിവുണ്ടായിരുന്നു.
ഇത് അവനെ ഒരാളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കാണാനും അവരുടെ യഥാർത്ഥ ലക്ഷ്യം കാണാനുമുള്ള കഴിവ് അവന് നേടിക്കൊടുത്തു. എന്നിരുന്നാലും ജാക്കിന് മറ്റുള്ളവരുടെ ഇമോഷൻസ് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജാക്കിന് കഴിയണമെന്നുണ്ടായിരുന്നില്ല. അനിമെ റാഗ്നറോക്കിന്റെ 4th റൗണ്ടിൽ അവൻ എത്തുമ്പോൾ തന്നെ അവനൊരു മെനസിംഗ് ഓറ ദൈവങ്ങൾക്കിടയിലും ബാക്കിയുള്ളവർക്കിടയിലും ഉണ്ടാക്കിയെടുക്കാൻ അവന് സാധിച്ചിരുന്നു. അരീനയിൽ എൻ്റർ ചെയ്യുന്ന മുമ്പ് തന്നെ യങ് വാൾക്കർ പേടിച്ചിരിക്കുകയും അതുമാത്രമല്ല അവൻ യഥാർത്ഥത്തിൽ ഹ്യൂമൻ ആണോ എന്ന് വരെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ടെക്നിക്സ്. റോണ്ടോ ഓഫ് ബ്ലെസ്സിങ് ഉപയോഗിച്ച് അവൻ്റെ ക്ലോക്ക് ഉപയോഗിച്ച് അവനൊരു ബിൽഡിംഗ് തന്നെ 2 മുറിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഡിയർ ഗോഡ് ടെക്നിക്. ഈ ടെക്നിക്കിൽ അവൻ്റെ സ്വന്തം രക്തം ഉപയോഗിച്ച് തന്നെ അവൻ്റെ ഗ്ലൗസിൽ ഉപയോഗിച്ച് അവൻ ഡിവൈൻ ഡോട്ടർ ഫ്ലഷിനെ തന്നെ മുറിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കിയെടുത്തു. എക്യുപ്മെൻറ്റ്സ്. ജാക്ക് ഉപയോഗിച്ചിരുന്നത് ജയൻറ്റ് സിസേഴ്സ്, പിയാനോ വയേഴ്സ്, ത്രോയിങ് നൈഫ്സ്, ജയൻറ്റ് സ്വിച്ച് ബ്ലേഡ്, അംബ്രല്ല, ഗ്രാപ്ലിംഗ് ഹുക്ക്, മാജിക് പൗച്ചസ്, ലോക്ക്, ഗ്ലൗസ് എന്നിവയൊക്കെയായിരുന്നു. അൺനോൺ ഫാക്ട് അബൌട്ട് ജാക്ക് ദ റിപ്പർ. ജാക്ക് ദ റിപ്പറിനെ ജാക്ക് എന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും ജാക്ക് ദ റിപ്പറിന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. സിനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് കണ്ടീഷൻ കാരണമാണ് ജാക്കിന് ഇമോഷനും കാണാൻ കഴിയുന്നത്. ഈ കണ്ടീഷനുള്ള വ്യക്തികൾ പലപ്പോഴും ഇമോഷൻസിന്റെ സൗണ്ട്, കളർ, വേർഡ്സ് എന്നിവയായിട്ട് യോജിപ്പിച്ചാണ് കാണുന്നത്. ജാക്കിന് ഇതിന്റെ ഒരു സുപ്പീരിയർ വേർഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ജാക്കിന് ക്ലിയർ ആയിട്ട് ബാക്കിയുള്ളവരുടെ സോളിനെ കാണാൻ സാധിക്കും. ജാക്ക് ഉപയോഗിക്കുന്ന തൊപ്പി അവൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നതാണ്. അവൻ്റെ അച്ഛനെ അവൻ കൊല്ലപ്പെടുത്തിയതിനു ശേഷമാണ് ഇതിനെ അവൻ സ്വന്തമാക്കുന്നത്. ഡസ്റ്റേഴ്സ് ബുക്കിനെ ആധാരമാക്കി ജാക്ക് ദ റിപ്പർ 12,000 യൂറോപ്യൻ റുപ്പീസിന് വാല്യൂ ഉള്ള ഒരാളായിരുന്നു. അതുമാത്രമല്ല അവൻ ഒരു റെസ്റ്റോറൻറ്റ് ആളുമായിരുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. അതോടൊപ്പം തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.